അല്ലാഹു ചോദിക്കുന്നു, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജൂ റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ, രാത്രി വേളയിൽ സുജൂദിലൂടെയും നൃത്തത്തിലൂടെയും അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഭക്തിയോടെ നമസ്കരിച്ചു കൂട്ടുന്ന അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടി സൽക്കർമ്മം ചെയ്തു കൂട്ടുന്ന വിഭാഗം തുല്യരാണോ? ആരോട്? ആ റബ്ബിന്റെ കഴിവ് കേൾപ്പ് മനസ്സിലാക്കാത്ത, ആ റബ്ബിന് സുജൂദുകളും റുക്കൂകളും സമർപ്പിക്കാൻ കൂട്ടാക്കാത്ത, ആ റബ്ബിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാത്ത, ആ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരായി സമർപ്പണ ബോധത്തോടു കൂടി ജീവിക്കണമെന്ന ബോധമില്ലാത്ത മുശ്രിക്കുകൾ തുല്യരാണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടല്ല? ഒരു വിഭാഗം ജാഹിലിങ്ങൾ, മറ്റൊരു വിഭാഗം ആലിമീങ്ങൾ എന്നതാണ് ചേഞ്ച്. അള്ളാഹു ആ ചേഞ്ച് പറയുന്നു, ഖുൽ, അവരോട് നിങ്ങൾ ചോദിക്കുക, ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? ഇതാണ് പ്രശ്നം. അവരറിവുള്ളവർ, അതുകൊണ്ട് അവരുടെ അള്ളാഹുവിലുള്ള വിശ്വാസം, അവരുടെ അള്ളാഹുവിനോടുള്ള ഭയം, അവരുടെ അള്ളാഹുലേക്കുള്ള തവക്കുല്, ഇതെല്ലാം അവരെ എവിടേക്കെത്തിച്ചു? പോരാട്ടത്തിലേക്ക്, മത്സരത്തിലേക്കും മാത്രമല്ല, അതിനിടക്ക് അവർ ഒഴിവാക്കാത്ത ഒരു കാര്യമുണ്ട്. റബ്ബുമായുള്ള ബന്ധത്തിൽ ക്ലിയറായ രൂപത്തിൽ ആത്മാർത്ഥതയോട് കൂടി സുജൂദിലും റുക്കൂഇലും നൃത്തത്തിലും കഴിച്ചു കൂട്ടുന്നവരാണ് അവർ. അതെ, റബ്ബുൽ ഇസ്സത്തിലേക്ക് അടുത്തവരുടെ സ്വഭാവം അതാണ്. ആ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിഹ്നമാക്കി ഒരു ഉൻവാനാക്കി പറയുന്നു. ഈ ഉൻവാനിലേക്ക്, ഈ അഡ്രസ്സിലേക്ക് ഈ വിഭാഗം, ഇത് മുമ്പന്മാരിലേക്കാണ് സൂചനയെങ്കിലും ഈ നിബന്ധന അനുസരിച്ചിട്ട് ജീവിക്കുന്നവർ ഖിയാമത്ത് നാൾ വരെ ആരുണ്ടോ അവരെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹു ചോദിക്കുന്നു, ഇവരും അവരുടെ നേരെ വിപരീതം ജീവിക്കുന്ന മക്കയിൽ ഈ ആയത്തിറങ്ങിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരായ ബഹുദൈവ വിശ്വാസികളായ, കണ്ടതും കേട്ടതും പൂജിക്കുന്നവരായ മുശ്രിക്കുകളും തുല്യരാണോ? ഒരിക്കലും അല്ല. എന്താണ് തുല്യരല്ലാത്തത്? അവർക്ക് ഭൗതിക വിജ്ഞാനമില്ലേ? ഉണ്ട്. അവർക്ക് കഴിവ് കൽപ്പില്ലേ? ഉണ്ട്. അവർക്ക് പ്രസക്തിയും പെരുമയും ഉള്ളതായ പേരെടുത്ത അധികാരവും അവകാശവും മക്കയിലില്ലേ? ഉണ്ട്. ഉത്ബക്കുണ്ട്, ശൈബത്തിനുണ്ട്. പേര് കേട്ട അംർ ഇബ്നു ഹിശാം എന്ന് പറയുന്ന അബൂജഹലിനുമുണ്ട്. പേര് കേട്ടില്ലേ? അംർ ഇബ്നു ഹിശാം എന്ന അബൂജഹലിനും എന്തുണ്ട്? അബുൽ ഹക്കം എന്നാണ് അറബികൾ അദ്ദേഹത്തിന് പേര് വിളിച്ചിരുന്നത്. അവർക്കെല്ലാം പെരുമക്ക് കുറവില്ല. നാദിയുടെ ക്ലബിന്റെ നേതൃത്വം അവരുടെ കയ്യിലാണ്, മക്കയുടെ തന്നെ നേതൃത്വം അവരുടെ കയ്യിലാണ്. അവരിലേക്കാണ് അല്ലാഹു സൂചന നൽകുന്നത്. ഖുൽ, അവരോട് ചോദിക്കൂ, ഹൽ യസ്തവില്ലദീന യഅലമൂൻ, അറിവുള്ളവർ തുല്യരാകുമോ? വല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരോട്. അഥവാ അറിവ് എന്നത് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ, ഖുർആന്റെ വീക്ഷണത്തിൽ, മദീനയിൽ ഇറങ്ങിയ മതത്തിന്റെ വീക്ഷണത്തിൽ അറിവ് എന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതിനുള്ള മാനദണ്ഡം എന്താണ്? ആ അറിവ് നൽകുന്ന ശിഷ്ടാവിലേക്ക്, രക്ഷിതാവിലേക്ക്, പ്രപഞ്ചനാഥനിലേക്ക് അറിവിലൂടെ എത്താൻ സാധിക്കണം. എന്നാൽ ആ അറിവിന് പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ അറിവിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവുമില്ല. അതുകൊണ്ടാണ് അറിവിൽ കുറവില്ലാത്ത, അറിവിൽ പേരെടുത്ത, എഴുതാനും വായിക്കാനും അറിയുന്ന, കവിതയും പറയാൻ വേണമെങ്കിൽ അറിയുന്ന അതേ അബുൽ ഹക്കമിന് ഇസ്ലാം പേര് വെച്ചത് അബൂ ജഹൽ എന്നാണ്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പേര് കിട്ടിയത്. എന്താണ് ഈ ആയത്ത് സ്ഥാപിക്കുന്നത്? എന്താണ്? ഹൽ യസ്തവില്ലദീന യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? അപ്പോൾ ആരാണ് അറിവില്ലാത്തവര്? ആ അന്ധകാരമാകുന്ന കാർമേഘത്തോട് വിടവാങ്ങാത്തവര്, പഴയ പട്ടികയോട്, കറുത്ത പട്ടികയോട് വിടവാങ്ങാത്തവര്, തട്ടിപ്പിനോടും വെട്ടിപ്പിനോടും വിടവാങ്ങാത്തവര്, കണ്ടതും കേട്ടതും പൂജിക്കുന്നതിൽ നിന്നിട്ട് ഒഴിവാവാത്തവര്. അതെ, ആ സ്റ്റാൻഡേർഡിലേക്ക് ആർക്ക്, ആ ചേഞ്ച് ആവണമെന്ന സ്റ്റാൻഡേർഡിലേക്ക് ആർക്കെത്താൻ സാധിച്ചുവോ അവരാണ് ആലിമീങ്ങൾ, അവരാണ് പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ മീസാൻ അറിവുള്ളവർ അറിവില്ലാത്തവർ എന്നതിലേക്ക് ഈമാൻ ഉൾക്കൊണ്ടവർ അറിവുള്ളവർ,
അള്ളാഹുവിനെ മനസ്സിലാക്കിയവർ, അറിവുള്ളവർ. എന്തുകൊണ്ട്? ഷിട്ടാവുമായുള്ള ബന്ധം അവരിൽ എപ്പോഴും ഉണ്ടാകും എന്നതാണ് ഈ ആയത്ത് സ്ഥിരീകരിക്കുന്നത്. ആയത്തിന്റെ തുടക്കം തന്നെ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി, രാത്രിയുടെ ഉള്ളിൽ, ജൗഫിൽ, അതാണ് ആനാ അല്ലൈലി എന്നതിന്റെ ഒരു തഫ്സീർ. അതിന്റെ ജൗഫിൽ, ഉള്ളിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന വിഭാഗം, സുജൂദിൽ കഴിച്ചു കൂട്ടുന്ന വിഭാഗം, അവരുടെ ഭയം, അവരുടെ ഉദ്ദേശം യഹ്ദറുൽ ആഖിറ, പരലോകത്തെ ഭയം. അതെ, ആ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവരായ മാലാഖമാരുവരേക്കും മുട്ടുകുത്തി പ്രയാസപ്പെട്ടുകൊണ്ട് രക്ഷ രക്ഷ എന്ന് പറയുന്ന നരകം, ആ നരകം ഉൾക്കൊള്ളുന്ന പരലോകമുണ്ടല്ലോ, അതിലുള്ള ഹാളലുകൾ, പാളലുകൾ, അതിലുള്ള വിചാരണകൾ, അതിലുള്ള ശിക്ഷകൾ, അതിലുള്ള സബാനിയാക്കൾ, ഇവകളെല്ലാം ഭയപ്പെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ രാത്രി അവരെ സുജൂദ് ചെയ്യിപ്പിക്കുന്നതും, അവർ രാത്രിയിൽ ഓർക്കൊഴിയുന്നതും, അവർ രാത്രിയിൽ കേണപേക്ഷിക്കുന്നതും, അവർ രാത്രിയിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതും. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയവരാരാണ്? മുഹ്യിദീങ്ങൾ. മുഹ്യിദീങ്ങളാവുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുന്നത്. തൗഹീദില്ലാതെയാണ് ഒരാൾ രാത്രി ഹയാത്താക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ രാത്രി ഹയാത്താക്കലിലൂടെ പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവൻ ഈ ജാഹിലി ആലിം എന്നതിന് മാനദണ്ഡമായിട്ട് ഖുർആൻ നിർണയിച്ചതായ ആ അഡ്രസ്സിൽ അവൻ പെട്ടില്ല. ആലിം ആവണമെങ്കിൽ അള്ളാഹിലേക്ക് എത്തണം, ആലിം ആവണമെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കണം, ആലിം ആവണമെങ്കിൽ തൗഹീദ് ഉൾക്കൊള്ളണം, ആലിം ആവണമെങ്കിൽ അള്ളാഹുവിന് മാത്രം ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, അപ്രകാരം തന്നെ ഹൃദയത്തിന്റെ അകത്ത് നിട്ടുള്ളതായ സ്നേഹം, ഭയം, ഇതെല്ലാം അള്ളാഹുലേക്ക് മാത്രം കയറണം. എന്നാലേ ഇൽമിന്റെ ഉടമ എന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തുകയുള്ളൂ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 379 പ്രാവശ്യമാണ് ഇൽമി എന്ന പദം ഉപയോഗിച്ചത്. ഇൽമി എന്ന പദം അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇസ്ലാം എത്ര പ്രാധാന്യം നൽകുന്നുണ്ട് ഇൽമിന് എന്നതിന്. നോക്കൂ, ഖുർആനിൽ അല്ലാഹു 437 പ്രാവശ്യം തൗഹീദ് അഥവാ ഈമാൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 379 പ്രാവശ്യമാണ് ഇൽമ് എന്ന പദം ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ഇൽമ്, യഥാർത്ഥ ഇൽമ് ഒരാൾക്ക് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം എന്താവുകയുള്ളൂ? യഥാർത്ഥ ഈമാനിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ആ ഇൽമാണ് നമ്മളോട് ഇഖ്റ എന്ന പദത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ച ഇൽമ്. ഇല്ലെങ്കിൽ അള്ളാഹു ഇന്ന് നമസ്കരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കാമായിരുന്നു, ആദ്യം നോമ്പ് പിടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കാമായിരുന്നു, സക്കാത്ത് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കാമായിരുന്നു. അതൊന്നുമല്ല ലോകത്തോട് ആദ്യം സംസാരിച്ചത്. ഈ ഖുർആനിലൂടെ, ഈ വിശുദ്ധ ഭൂമിയിൽ മക്കയിൽ വെച്ചിട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ അള്ളാഹു സംസാരിച്ചത് പഠിക്കണം. എന്താണ് പഠിക്കേണ്ടത്? പഠിക്കാൻ പറഞ്ഞത് എന്താണ്? ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ പേര്, നിന്റെ നാഥൻ ആര്, നിന്റെ നാഥന്റെ കഴിവേൽപ്പെന്ത്, നിന്റെ നാഥന്റെ ഖുദ്റത്ത് എന്ത്, അത് പഠിക്കണമെന്നാണ് പറഞ്ഞത്. ആദ്യത്തെ ഇൽമ അതാണ്. ആ ഇൽമിലേക്ക് നാം എത്തണം, ആ ഇൽമിലേക്ക് നാം എത്തണം. അതുകൊണ്ടാണ് നോക്കൂ, ഇൽമിന്റെ പ്രാധാന്യം പറയല്ല ഞാനിപ്പോൾ. അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ എന്ന ആ ചോദ്യത്തിന് മറുപടി നാം കണ്ടെത്തണം. ആദമിന്റെ സന്തതികളെ റബ്ബ് ആദമിനെ തന്നെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ മലക്കുകൾ പ്രതിഷേധിച്ച പ്രതിഷേധം അറിയാത്തവരില്ലല്ലോ. എല്ലാവരും മനപ്പാടാക്കി വെച്ച കഥയാണ്. അള്ളാഹ് എന്ത് പറഞ്ഞു? നിങ്ങൾ പ്രതിഷേധിക്കാണല്ലേ, എന്നാ കാണിച്ചു തരാം. എന്താ അള്ളാഹ് കാണിച്ചു കൊടുത്തത്? ആദമിന് നിങ്ങളെക്കാളും ഇൽമുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. നിങ്ങളെക്കാളും അറിവുണ്ട് ആദമിന്, അതുകൊണ്ട് നിങ്ങളെക്കാളും പദവി ആദമിന് ഞാൻ നൽകുന്നു, അദ്ദേഹത്തിന് അറിവുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആദം അലൈഹിസ്സലാമിന് സാഷ്ടാംഗം ചെയ്യിപ്പിച്ചു മലക്കുകളെ കൊണ്ട്. അപ്പോൾ മലക്കുകളെക്കാളും ശ്രേഷ്ഠത ഉള്ളവരായി മാറി ആദം. എന്തിലൂടെ? ഇൽമിലൂടെ, വിജ്ഞാനത്തിലൂടെ എന്നത് നമുക്കറിയാവുന്ന പരമാർത്ഥവും യാഥാർത്ഥ്യവും ആണ്. മലക്കുകളായിരുന്നാലും എൽമുള്ള ആദമിലേക്ക് എത്തൂല എന്ന് പറയും പോലെ, എൽമുള്ള ആദമിലേക്ക് മലക്കുകളായിരുന്നാലും എത്തൂല. മലക്കുകളെക്കാളും ശ്രേഷ്ഠൻ ആദമാണ്. അവിടെ എൽമിലൂടെ പുരോഗതി പ്രാപിച്ചത് കൊണ്ട് തന്നെ. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഈ ആയത്ത് നാം മുമ്പിൽ വെച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ, എൻ്റെ സ്ഥിരം ക്ലാസ്സിൽ ഇവിടെ ഞാൻ ഈ സമയത്ത് ചർച്ച ചെയ്യാറുള്ളത് 3 മിമ്പറിന്റെ മീതെ നടന്ന ഖുത്ബകളാണ്. മദീനത്തെ പള്ളിയിലും മസ്ജിദുൽ ഹറാം മക്കയിലും അറഫയിൽ പ്രസംഗിക്കാറുള്ളതായ ഇമാമ്
റിയാദിലും. ഇങ്ങനെ 3 മിമ്പറിന്റെ മീത് നടക്കുന്ന പ്രസംഗമാണ്. ഇന്ന് അറഫയിൽ പ്രസംഗിക്കാറുള്ള ഇമാം ഇവിടുത്തെ ചീഫ് ജസ്റ്റിസ്, ചീഫ് മുഫ്തി റിയാദിൽ പ്രസംഗിച്ചിട്ടില്ല. കാരണം അദ്ദേഹം മക്കയിൽ സമ്മേളനത്തിന് പോയത് കാരണത്താൽ. മക്കയിൽ ആല് താലിബി എന്ന ഇമാമാണ് പ്രസംഗിച്ചത്. ഇഖ്ലാസ് എന്ന വിഷയമായിരുന്നു. മദീനയിൽ നിങ്ങൾ കേട്ടതുപോലെ ഖൗലു സദീദാവണം എന്ന വിഷയത്തിനെ കുറിച്ച് വിശദീകരിച്ച് ഹുദൈഫി സംസാരിച്ചത് നിങ്ങൾ നേരിട്ട് കേട്ട് കഴിഞ്ഞു. ഇതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. അതേ സമയത്ത് എൽമുള്ളവർ ഇല്ലാത്തവർ എന്നത് കേൾക്കുമ്പോൾ നാം ധാരാളം പണ്ഡിതന്മാരുടെ മധ്യത്തിലാണ് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പണ്ഡിതന്മാർക്ക് കുറവില്ല, സ്ഥാപനങ്ങൾക്ക് കുറവില്ല, പ്രസംഗങ്ങൾക്ക് കുറവില്ല, വേദികൾക്ക് കുറവില്ല, പ്രസംഗിച്ചു കൊടുക്കുന്ന വേദികൾക്ക്, അപ്രകാരം തന്നെ പത്രങ്ങൾക്ക് കുറവില്ല. ദീനിന്റെ പേരിൽ കേരളത്തെ പോലെ പ്രവർത്തിക്കുന്ന, സേവനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അറിവനുസരിച്ചിട്ട് അത്രയും മുൻപന്തിയിലാണ്. ആരെയും രോമം പൊങ്ങരുത് കേട്ടോ, ആരെയും രോമം പൊങ്ങരുത്. ആയിട്ടില്ല, നാം ഇപ്പോഴും പിന്നിലാണ്. 100-ൽ 70-80% എൽമില്ലാത്തവരാണ് കേരളത്തിൽ. അള്ള പറയുന്ന എന്ന് ചോദിച്ചല്ലോ, ആ ചോദിച്ച ചോദ്യത്തിൽ ഉൾക്കൊള്ളുന്നില്ല. ഏത് എൽമുള്ളവർ, എൽമില്ലാത്തവർ, ഏത് എൽമ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്? തൗഹീദാണ്. അത് അവിടെ തന്നെ അള്ളാഹു സ്ത്രീകരിച്ചു. അവിടെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ ഖായിം, ആരാണ്? മുമ്പന്മാർ. ആ മുമ്പന്മാരോട് തുല്യപ്പെടുമ്പോൾ ഇവരില്ല. എന്തുകൊണ്ട്? മുമ്പന്മാർ തൗഹീദിലേക്ക് എത്തി. അപ്പോൾ തൗഹീദിലേക്ക് എത്തിയവരും തൗഹീദിലേക്ക് എത്താത്തവരും അള്ളാഹിന്റെ ഭാഷയിൽ, അള്ളാഹുവിന്റെ ഖുർആനിൽ നമുക്ക് പഠിപ്പിക്കുന്നത് ഇത് ജാഹിൽ, മറ്റത് ആലിം. തൗഹീദിലേക്ക് എത്തിയവൻ ആലിം, മറ്റുള്ളവർ ജാഹിൽ. എത്ര തന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും അവൻ ജാഹിൽ തന്നെ. എത്ര തന്നെ സ്ഥാപനങ്ങളുടെ ഉടമയായിരുന്നാലും അവൻ ജാഹിൽ തന്നെ. കാരണം അവൻ ഇൽമിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് ഇൽമ്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. അല്ലാഹു സാക്ഷി നിൽക്കുന്നു, അല്ലാഹു സാക്ഷി നിൽക്കുന്നു, ഷാഹിദാണ്. അന്നഹു, എന്താണ് യാഥാർത്ഥ്യം? ലാ ഇലാഹ ഇല്ലാഹു വൽ മലായിക, അല്ലാഹു അല്ലാതെ ഇലാഹില്ലേ ഇല്ല, ആരാധിക്കപ്പെടാൻ അർഹപ്പെട്ടവൻ ഇല്ലേ ഇല്ല, പ്രാർത്ഥിക്കാൻ അർഹപ്പെട്ടവൻ ഇല്ലേ ഇല്ല. അങ്ങനെ അള്ളാഹു പറഞ്ഞ ഉടനെ തന്നെ പിന്നെന്താ പറയുന്നത്? ഈ കാര്യത്തിൽ സാക്ഷ്യം നിൽക്കുന്നവരാരാണ്? ഉലുൽ ഇൽം, വിജ്ഞാനം നേടിയവർ, അവരാണ് മുവഹിദീങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ആ ആയത്തിൽ അല്ലാഹു പറഞ്ഞ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ? ആരാണ് അറിവില്ലാത്തവർ? തൗഹീദിലേക്ക് എത്താത്തവർ. ആരാണ് അറിവുള്ളവർ? തൗഹീദിലേക്ക് എത്തിയവർ. ആ തൗഹീദിലേക്ക് എത്തിയവരെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓതിയ ആയത്തിൽ പറയുന്നു, ഉലുൽ ഇൽം, വിജ്ഞാനത്തിന്റെ ഉടമകളും സാക്ഷി നിൽക്കുന്നു. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രം, ആരാധിക്കേണ്ടത് അല്ലാഹുവിനെ മാത്രം, ശിട്ടാവായ ഇലാഹായ റബ്ബ് ഏകൻ മാത്രം എന്ന തത്വം എന്ന്. സഹോദരന്മാരെ, സഹോദരികളെ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദീമിൽ ഇൽമുള്ളവരെ സ്റ്റാൻഡേർഡ് ഉള്ളവരാക്കി മാറ്റി. ഈ പറഞ്ഞ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാനുള്ള ചാൻസ് കിട്ടിയവരെല്ലാം അതിൽ പെടും. ആരാണവർ? യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ തൗഹീദ് ഉൾക്കൊള്ളുക എന്നത് സത്യവിശ്വാസിയുടെ ചിഹ്നമാണ്. ആ ചിഹ്നം ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ആ ചിഹ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹു ഉയർത്തിക്കഴിഞ്ഞു. വല്ലദീന ഊതുൽ ഇൽമ, ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്ന ഇൽമ തൗഹീദിലേക്ക് എത്താനുള്ള വിശാലമായ വിശദമായ ഖുർആനിന്റെ വിശദാംശങ്ങളും ഹദീസുകളും ഹദീസിന്റെ വിശദാംശങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളും പഠിച്ചുകൊണ്ട് ഒരാൾ പ്രബോധകനായി, പ്രവർത്തകനായി, എഴുത്തുകാരനായി, അല്ലെങ്കിൽ ദർസ് നടത്തുന്ന ആളായി, ക്ലാസ് എടുക്കുന്ന ആളായി, അങ്ങനെ ഇസ്ലാമിലുള്ള വിജ്ഞാനങ്ങളിൽ ആഴത്തിലിറങ്ങി പഠിക്കുക എന്ന ഇൽമാണ് ഇവിടെ രണ്ടാമത് പറയുന്നത്. അപ്പോൾ അല്ലാഹു മറന്നില്ല എന്ത് പറയാൻ? ഈമാൻ ഉൾക്കൊണ്ടവർ, അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ബഹുമാനിച്ചവർ, അള്ളാഹു പുകഴ്ത്തിയവർ, അവരുടെ സ്റ്റാൻഡേർഡ് കുറക്കുന്നില്ല. അവരെ ഒരേ മീസാനിൽ തന്നെ, ഒരേ ബാലൻസ് ശരിയാക്കിയിട്ട് നിങ്ങളിൽ നിന്നിട്ട് മുഅ്മിനീങ്ങളെ ഞാൻ പൊക്കിയിട്ടുണ്ട്, അവരുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിയിട്ടുണ്ട്. തൗഹീദിലേക്ക് എത്തിയവരാണ് മുഅ്മിനീങ്ങൾ. 437 പ്രാവശ്യം അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ആ ഈമാൻ എന്ന പദത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുലേക്ക് എത്തിയവർ മുഅ്മിനീങ്ങൾ, അവരുടെ സ്റ്റാൻഡേർഡ് ഞാൻ ഉയർത്തിയിട്ടുണ്ട്. വല്ലദീന ഊതുൽ ഇൽമ, അവർക്ക് പുറമെ ആ ഈമാനിന്റെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഖുർആനും ഖുർആനിന്റെ വിശദാംശവും തഫ്സീറും അപ്രകാരം ഹദീസും അതിന്റെ വിശദാംശവും ഇതെല്ലാം പഠിച്ചതായ ആലിമീങ്ങൾ, അവരുടെയും സ്റ്റാൻഡേർഡിനെ ഞാൻ പൊക്കിയിട്ടുണ്ട് എന്നും ഖുർആനിൽ പറയുന്നതായിട്ട് കാണാം.